ഒരു പഴഞ്ചൊല്ല് പറയാം, അതായത് വിത്ത് നന്നായത് കൊണ്ട് മാത്രം കാര്യമില്ല, വീണ സ്ഥലം കൂടി നന്നാവണം. അപ്പം നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ട് എന്തിനാണ് ഇവിടെ പറയുന്നത്? സുഹൃത്തുക്കളെ, ഞാനൊരു വീഡിയോ അതായത് നിങ്ങൾ എൻഡ് വരെ ഈ വീഡിയോ കാണുക. നിങ്ങൾക്കൊരു റിസൾട്ട് ഞാൻ കാണിക്കാം. അതായത് ഒരു 7 ഗ്രേഡിൻ്റെ അത്ഭുതകരമായ ഒരു റിസൾട്ടാണ്. നിങ്ങൾ കണ്ട ശേഷം വിലയിരുത്തിക്കോളും. വീണ്ടും സ്വാഗതം ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി മലയാളം ചാനലിലേക്ക്. ഞാൻ സത്യനാരായണൻ, സ്വദേശം കാസർഗോഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു 7 ഗ്രേഡിൻ്റെ ഒരു റിസൾട്ടാണ്. അപ്പോൾ ഞാനും 7 ഗ്രേഡ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. എൻ്റെ വീഡിയോ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പറയുകയാണ്, ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് ഹെയർ ട്രാൻസ്പ്ലാന്റ് റിലേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നോളേജസ് ഇൻഫോർമേഷൻ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാരുടെ റിസൾട്ട് എൻ്റെ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഒരു പ്രയോജനപ്പെട്ടു ഈ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് കാണുക. ഞാൻ 7 ഗ്രേഡ് ആയിരുന്നു. 7 ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബേസിക് നോളജ് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഞാൻ ബേസിക്കായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. എന്താണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന്. ഞാൻ 7 ഗ്രേഡ് എൻ്റെ ഫോട്ടോ, ഞാൻ പ്രീവിയസ് ഫോട്ടോ നിങ്ങൾക്ക് കാണിക്കാം. എൻ്റെ അവസ്ഥ ഇതായിരുന്നു. കാരണം 2 സൈഡിലും ബാക്കിൽ മാത്രം മുടി ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി കംപ്ലീറ്റ് എനിക്ക് മുടി ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞ്, 2 വർഷം ആവാറായി. ഞാൻ ആദ്യത്തെ സിറ്റിംഗ് ചെയ്തത് ഒക്ടോബർ 2019 3-ും 4-ും തീയതിയാണ്. ഞാൻ ഫസ്റ്റ് സിറ്റിംഗ് ചെയ്ത് പൂനെയിൽ വെച്ചാണ്. സെക്കൻഡ് സിറ്റിംഗ് ചെയ്ത് ജൂലൈ 27-ാം തീയതി 2020 സെക്കൻഡ് സിറ്റിംഗ് ചെയ്ത് സെയിം ഡോക്ടേഴ്സാണ്, സെയിം ടീമാണ്. അവർ കൊച്ചിയിൽ ക്ലിനിക്ക് ഓപ്പൺ ചെയ്ത് ക്ലിനിക്ക് കൊച്ചിയിലാണ് ചെയ്യുന്നത് സെക്കൻഡ് സിറ്റിംഗ്. സോ ഇതാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇന്നത്തെ സബ്ജക്റ്റിലോട്ട് വരാം. അതായത് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്ന വ്യക്തി, അദ്ദേഹം എന്നെ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത് ഫെബ്രുവരി 2020 എനിക്കൊരു മെസ്സേജ് വാട്സപ്പിൽ അയച്ചു. സോ ആൻഡ് സോ എന്ന് എഴുതിക്കൊണ്ട്. അദ്ദേഹം ഒരുപാട് ടെൻഷനായിരുന്നു. ആ മെസ്സേജ് എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹം വൺസ് ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഒരു മർച്ചൻ്റ് നേവി, അതായത് ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കേരളക്കാരനാണ്, മലയാളിയാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ അദ്ദേഹം മനസ്സിലുണ്ടായിരുന്നു. അതിൽ എഴുതിയിട്ടുണ്ട്. അതായത് സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ജസ്റ്റ് നോക്കിക്കോളാം. അതായത് അദ്ദേഹം വൺസ് ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് അത്രത്തോളം റിസൾട്ടൊന്നും വന്നില്ല. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തതിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ തന്നെ വിലയിരുത്തി ഇതെന്താണ് ട്രാൻസ്പ്ലാന്റേഷൻ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വിത്ത് നന്നായ കാര്യമില്ല, വീണ സ്ഥലം നന്നാവണം. കാരണം നമ്മളെ ഗ്രാഫ്റ്റൊക്കെ നല്ല ക്വാളിറ്റി ആയിരിക്കും, പക്ഷെ ചില ആൾക്കാർ അതിനെ ചെയ്തിട്ട് നശിപ്പിച്ച് കളയും. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് ഒരു ഞാറ് നട്ട പോലെ ഒരു 800 ഗ്രാഫ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്തെന്ന് പറഞ്ഞു. 800 ഗ്രാഫ്റ്റ്. അപ്പം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് 800 ഗ്രാഫ്റ്റൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കുക. അത് ഒരു ഞാറ് നട്ട പോലെ ഇങ്ങനെ വെറുതെ വെച്ച് കൊടുക്കുകയാണ്. അത് ആര് ചെയ്തു, എവിടെ ചെയ്തു ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഒരാളെ മോശമാക്കാൻ ഞാൻ റെഡിയില്ല. പക്ഷേ അത് ആ ക്ലിനിക്ക് ചെയ്ത വെറും മോശ കാര്യമാണ്. അങ്ങനെ ചെയ്യരുത്, ഒരാളെ കൂടെ അങ്ങനെ ചെയ്യരുത്. പക്ഷേ അദ്ദേഹത്തിന് ഡോണർ ഏരിയ ആ ഗ്രാഫ്റ്റ് ക്വാളിറ്റി നല്ലതുണ്ടോ അദ്ദേഹം രക്ഷപ്പെട്ടു. ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം പണി മേടിച്ചേനെ. കാരണം അതും ഭാഗ്യത്തിന് 800 ഗ്രാഫ്റ്റ് എടുത്തിട്ടുള്ളൂ. അവരൊരു 3000 ഗ്രാഫ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ ജീവിതത്തിൽ സർജറി ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും, ഡോണർ ഏരിയ ഉണ്ട്. അങ്ങനെ അദ്ദേഹം ഞാൻ ചെയ്ത അതേ ക്ലിനിക്കിൽ അതേ ഡോക്ടറാണ് അതിന് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. ആ സമയത്ത് 15 രൂപ പെർ ഗ്രാഫ്റ്റ് മാത്രമായിരുന്നു റേറ്റ്. ഇപ്പോഴാണ് അവർ 15 രൂപ, 20 രൂപ, 25, അങ്ങനെ 3 റേറ്റ് ഉണ്ട്. നമുക്ക് വേണ്ട സെലക്ട് ചെയ്യാൻ പറ്റും. അന്ന് 15 രൂപ മാത്രം. അങ്ങനെ 15 രൂപ പെർ ഗ്രാഫ്റ്റാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. അവർ ഫോട്ടോ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഏകദേശം 4000 ഗ്രാഫ്റ്റാണ് അവർ ഫോട്ടോ നോക്കിയിട്ട് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയി ട്രിം ചെയ്തപ്പാട് പോയ സമയത്ത് കൺസൾട്ടേഷൻ ചെയ്യുമല്ലോ, ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ്റ്റ് ക്വാളിറ്റി നല്ലതായിരുന്നു. കാരണം ഒരു 3, 4, 5 മുടിയൊക്കെ ഒരു ഗ്രാഫ്റ്റിലുണ്ടായിരുന്നു. അതുമല്ലാതെ അത്യാവശ്യം ഗ്രാഫ്റ്റ് എണ്ണം കിട്ടിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് അവിശ്വസനീയമായിക്കൊണ്ട് 5500 ഗ്രാഫ്റ്റാണ് ഒരു ദിവസത്തിൽ അദ്ദേഹം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യാം. അതായത് 4000 ഗ്രാഫ്റ്റ് തലേൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ബാക്ക് സൈഡിൽ നിന്ന്, അതേപോലെ 1500 ഗ്രാഫ്റ്റ് അദ്ദേഹത്തെ താടിയിൽ നിന്ന് എടുത്തത്. അങ്ങനെ ടോട്ടൽ 5000 ഗ്രാഫ്റ്റ് ഏകദേശം ഒരു 90% വരെ അദ്ദേഹത്തിന് ഫില്ല് ചെയ്ത് കൊടുത്തു. അദ്ദേഹത്തിന് ഇതിൻ്റെ ഈ ഒരു ട്രാൻസ്പ്ലാന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇതിൻ്റെ ഒരു പ്ലാനിങ് ആണ്. ഡോക്ടറിനെ സംബന്ധിച്ചാൽ മതി. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് നെറ്റി നല്ല ചെറിയ നെറ്റിയൊന്നുമല്ല, കുറച്ച് വലിയ നെറ്റിയാണ്. അപ്പോൾ അവരെന്താ ചെയ്യുക, 2 സൈഡിൽ ശ്രദ്ധിക്കുക, ഫോട്ടോ നോക്കാം. 2 സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് ഹെയർ ലൈൻ ചെറുതായിട്ട് ഒരു ക്രോസ് പോലെ കൊടുത്തു. അപ്പോൾ അവിടെ നെറ്റി റൗണ്ട് അല്ല, ഒരു വി അല്ല, യു അല്ല, ഒരു വെറൈറ്റി ഒരു ഷേപ്പ് കൊടുത്തു. അപ്പോൾ നെറ്റിയിൽ അത്രത്തോളം ഗ്രാഫ്റ്റിൻ്റെ എണ്ണം കൂടുതൽ വേണ്ടി വരുന്നില്ല. ബാക്കി ആ ഗ്രാഫ്റ്റിന് അവരെന്ത് ചെയ്തു, ബാക്കിൽ പ്ലാന്റ് ചെയ്തു. ടെമ്പിൾ ഏരിയ ഒന്നും ചെയ്തില്ല. കാരണം വലിയ തലയാണ്, നല്ല ഡോണർ ഏരിയ അത്രത്തോളം വീക്കുമാണ്. അപ്പോൾ അതിന് കറക്റ്റ് അതാണ് ഇതിന് ഞാൻ പറയുകയാണ്, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർക്ക് വേണ്ടത് നല്ലൊരു സ്കില്ലാണ്.
കാരണം ഒരു തല കിട്ടി കഴിഞ്ഞാൽ എത്ര ഗ്രാഫ്റ്റ് എടുക്കാൻ പറ്റും, എത്രത്തോളം വെക്കണം, ഫ്രണ്ട് ഹെയർ ലൈൻ എങ്ങനെ ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും എത്ര ഡിസ്റ്റൻസിൽ വെക്കണം, പല ആൾക്കും പല സംശയങ്ങളുണ്ട്. അതായത് അടുത്തടുത്ത് വെച്ചാൽ മാത്രമേ നല്ല ഡെൻസിറ്റി എന്ന് ആൾക്കാർ വിചാരിക്കണം. അങ്ങനെയൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഗ്രാഫ്റ്റ് ആണെങ്കിൽ കുറച്ച് ഗ്യാപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി കിട്ടും. കാരണം ഗ്രാഫ്റ്റിൽ വളരാനുള്ള സ്പേസ് കിട്ടിയാൽ മതി. അതും ഇതിനൊരു ഭാഗമാണ്. അതൊരു സ്കില്ലില്ല ഒരു ഡോക്ടർക്ക് മാത്രമേ പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനെ ഇദ്ദേഹം സർജറി ചെയ്തപ്പോൾ ഇദ്ദേഹം സോ ഹാപ്പിയാണ്. കാരണം വൺസ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഫെയിലായ വ്യക്തിക്ക് ഇത്രത്തോളം ഗ്രാഫ്റ്റ് കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തു. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഹെഡ് വാഷിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം, ജസ്റ്റ് നിങ്ങൾ നോക്കാം. ഓക്കെ, അദ്ദേഹം കുറച്ച് നാൾ നാട്ടിലുണ്ടായി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ആ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം 4 PRP ഫ്രീ കിട്ടിയിരുന്നു. 7 ദിവസത്തെ മെഡിസിൻ അവർ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 PRP അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഒരു PRP ചെയ്തിട്ടുണ്ടായും, 1 മന്തിനിടയിൽ ഒരു PRP ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 1 മാസം ആകുമ്പോൾ തന്നെ ഏകദേശം 90% ഹെയർ ഷെഡായി. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഷെഡിങ് ഫേസ് നോക്കുക, 90% മുടിയും പോയി. ഈ സമയത്താണ് ആൾക്കാർക്ക് ടെൻഷൻ വരുന്നത്. ഒരുപാട് ആൾക്കാർ വിളിക്കും, കാരണം എൻ്റെ മുടിയെല്ലാം പോയി തിരിച്ചു വരുമെന്ന്. അങ്ങനെ അതായത് നെക്സ്റ്റ് ഒരു 2 മാസം എനിക്കൊരു ഫോട്ടോ അയച്ചു. ആ ഒരു ഷെഡിങ് ആയതിൽ ഏകദേശം ഒരു 20-25% മുടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ ഫോട്ടോ നോക്കുക. നെക്സ്റ്റ് വരെയാണ്, ഞാൻ കുറച്ച് ഫാസ്റ്റാക്കുകയാണ് കാരണം ഒരുപാട് സമയം എടുക്കുന്നില്ല. ഒരു 3 മാസം ആകുമ്പോൾ അദ്ദേഹം ഒരു ഫോട്ടോ അയച്ചു. 3 മാസത്തെ ഫോട്ടോ നോക്കുക. അദ്ദേഹത്തിൻ്റെ ഹെയർ ലൈൻ ഓൾറെഡി ഫോർമേഷൻ ആവാൻ തുടങ്ങി. അൺബിലീവബിൾ റിസൾട്ട് വരാനുള്ള ഒരു സൂചന നൽകിക്കൊണ്ടാണ്. ആ സമയത്ത് തന്നെ ഹീ ഈസ് വെരി ഹാപ്പി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിലേക്ക് പോയി ആ സമയത്ത് തോന്നുന്നുണ്ട്. പിന്നീട് അദ്ദേഹം 4 മാസം വരെ ബയോട്ടിൻ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. 6 മാസം വരെ ഡെയിലി മിനോക്സിഡിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഡെയിലി മിനോക്സിഡിൽ 6 മാസം വരെ 1 ml ഡെയിലി. ഇപ്പോൾ അദ്ദേഹം യൂസ് ചെയ്യുന്നത് വീക്ക്ലി ട്വൈസ് ആണ് അദ്ദേഹം മിനോക്സിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് ഏകദേശം 1 വർഷം കംപ്ലീറ്റ് ചെയ്തു. ജൂലൈ 16, 2020 ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 2021 ജൂലൈ ഇന്നേശം 17-ാം തീയതിയാണ്. അപ്പോൾ ഏകദേശം 1 വർഷം കൃത്യം 1 വർഷം കംപ്ലീറ്റ് ആയി അദ്ദേഹത്തിന് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞത്. നെക്സ്റ്റ് ഞാൻ കാണിക്കുകയാണ് 4-ാമത്തെ മാസത്തെ ഫോട്ടോ. നിങ്ങൾ നോക്കുക. അതൊരു അമേസിങ് റിസൾട്ട് വരാനുള്ള എല്ലാ തയ്യാറെടുപ്പും അദ്ദേഹത്തെ തലയിൽ നടന്നു കഴിഞ്ഞു. നെക്സ്റ്റ് വരെയാണ് അദ്ദേഹത്തിന് ഏകദേശം 5.5 മാസത്തെ റിസൾട്ടാണ് സ്ക്രീനിൽ നോക്കുക. അൺബിലീവബിൾ ആണ് ശരിക്കും. അതായത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം കോൺടാക്ട് ചെയ്യും. ഒരുപാട് വീഡിയോസ് അദ്ദേഹം സെൽഫ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയണത് എനിക്ക് വീക്കിലി 700 MB ഉള്ളൂ. കാരണം ഷിപ്പിലായതുകൊണ്ട് 700 MB. അദ്ദേഹം ഇപ്പോൾ ജർമ്മനിയിലാണ് വർക്ക് ചെയ്യുന്നത്. 700 MB ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ സെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഫോട്ടോ സെൻഡ് ചെയ്തെങ്കിൽ തീർച്ചയായും അദ്ദേഹം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായും സെൽഫ് വീഡിയോ നമുക്ക് അയച്ചു തരും. നമ്മൾ ഈ ചാനൽ വഴി തന്നെ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്ത് വിടുന്നതായിരിക്കും. നെക്സ്റ്റ് വരെയാണ് 6-ാമത്തെ മാസത്തെ റിസൾട്ടാണ്. നിങ്ങൾ നോക്കുക, അദ്ദേഹത്തിന് 6-ാമത്തെ മാസം തന്നെ ഏത് രീതിയിലാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് റിസൾട്ടാണ്. 6 മന്തിൽ നല്ലൊരു റിസൾട്ടാണ്. വെരി മച്ച് ഹാപ്പിയാണ് പേഷ്യൻറ്റ്. സോ നെക്സ്റ്റ് വരെയാണ് അദ്ദേഹത്തിൻ്റെ ഏകദേശം 7.5 മാസത്തെ റിസൾട്ടാണ്. നിങ്ങൾ നോക്കുക, ദിസ് ഈസ് ദ ഹെയർ ട്രാൻസ്പ്ലാന്റ്. ഇങ്ങനെ ആയിരിക്കണം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. സോ തീർച്ചയായിട്ടും വൺ ഓഫ് ദ ബെസ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ റിസൾട്ടാണ്. അതുമല്ലാതെ 4 ഫിംഗറാണ് അതിന് ഹെയർ ലൈൻ വെച്ചിരിക്കുന്നത്. അതായത് ഒരു കേർവ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡ് കുറച്ച് ചെറുതായിട്ട് കയറിയ പോലെ ഒരു നാച്ചുറലായിട്ട്. ഒരിക്കലും അദ്ദേഹത്തിന് കാണുമ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തെന്ന് പറയാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് വരെയാണ് അദ്ദേഹത്തിൻ്റെ 8-ാമത്തെ മാസത്തെ റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. 8-ാമത്തെ മാസത്തിൽ തന്നെ ഏകദേശം അൺബിലീവബിൾ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇന്ന് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഏകദേശം 1 വർഷം കംപ്ലീറ്റ് ആവുന്നു. അദ്ദേഹത്തിൻ്റെ 1 വർഷത്തെ റിസൾട്ട് നിങ്ങൾ നോക്കാം. അപ്പോൾ അദ്ദേഹം അതായത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുടി ഇല്ലാത്ത ഫോട്ടോയിൽ എൻ്റെ ഫേസ് കാണിക്കേണ്ട, പക്ഷേ മുടി ഇല്ല ഫോട്ടോയിൽ എൻ്റെ ഫേസ് കാണിച്ചോളൂ. ഞാൻ ഫേസ് കാണിക്കാൻ. അദ്ദേഹത്തിൻ്റെ ആ സ്മൈൽ നോക്കാം. ഇത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു റിസൾട്ടാണ്. ഇങ്ങനെയും റിസൾട്ട് വരുമോയെന്ന് ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. തീർച്ചയായിട്ടും ഇങ്ങനെ വരും. കാരണം ഞാൻ പറഞ്ഞ ആദ്യത്തെ ഡയലോഗാണ്, വിത്ത് നന്നായ കാര്യമല്ല, വീണ സ്ഥലം നന്നാവണം. നമ്മൾ ഗ്രാഫ്റ്റ് എത്ര നല്ല ക്വാളിറ്റി ആണെങ്കിലും നമ്മൾ ആ ഗ്രാഫ്റ്റ് കൊണ്ടിട്ട് ആരും കയ്യിൽ കൊടുക്കുന്നു, അതിൽ ഏറ്റവും വാല്യൂ. കാരണം ഇതിന് ഞാൻ പറയുന്നത് സ്കില്ല് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. എത്ര ഡോക്ടർ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും സ്കില്ലില്ലെങ്കിൽ, കാരണം ഞാൻ പറയുകയാണ്, നമ്മൾ നീന്തണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയാണ് നീന്തുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ തീർച്ചയായും വെള്ളം കുടിക്കും. അപ്പോൾ ഒരു ഡോക്ടർ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും ഇങ്ങനത്തെ കേസ് ഹാൻഡിൽ ചെയ്ത ഒരു ഡോക്ടറാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാനൊരു എക്സാമ്പിളാണ്, ഇദ്ദേഹം വേറൊരു എക്സാമ്പിളാണ്.
ഓക്കെ, ഇതാണ് ഇന്നത്തെ ആ ഒരു റിസൾട്ട് ഫ്രണ്ട്സ്. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണും. കാരണം ഒരുപാട് ആൾക്കാർ എനിക്ക് റിസൾട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റിസൾട്ടിൻ്റെ വീഡിയോ നമ്മളെ ചാനൽ വഴി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഇൻഫോർമേറ്റീവായ നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം. ഉടൻ തന്നെ എൻ്റെ ഹിന്ദി ചാനൽ ലോഞ്ച് ചെയ്യുകയാണ്. കാരണം ഞാൻ കന്നഡയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്വദേശം കാസർഗോഡ് ആയതുകൊണ്ട് എനിക്ക് കന്നഡ അറിയാം, തുളു അറിയാം, ഒരുപാട് ലാംഗ്വേജസ് അറിയാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ കന്നഡക്കാരെ വിളിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ കന്നഡയിൽ വീഡിയോ തുടങ്ങി. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസും അതേപോലെ തന്നെ GCC കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന അവരുടെ ഒരുപാട് ഫ്രണ്ട്സ് നോർത്ത് ഇന്ത്യൻ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി മിക്സിൽ ചാനൽ വിതിൻ 2 days മേ ബി നാളെ തന്നെ ആയിരിക്കും ഞാൻ അതിൻ്റെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ സ്റ്റാറ്റസിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സായ ഒരുപാട് ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്നോടായിട്ട് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് വഴി അല്ലെങ്കിൽ കോൾ ചെയ്യാം. ഞാൻ കോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്യുക. എനിക്ക് സമയം കിട്ടുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും തീർച്ചയായിട്ടും ബൈ.